കോഴിക്കോട് അരീക്കാട് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. റെയിൽവേ ട്രാക്കിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. വീടിന്റെ മേൽക്കൂര പാകിയ ഷീറ്റ് റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു. മണിക്കൂറുകൾക്ക് ശേഷം ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് തുറന്നുകൊടുത്തു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല കാറ്റാണ് വീശിയത്. നിരന്തരമായി നല്ല കാറ്റും മഴയാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത്, കാരണം ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവാനുള്ള പ്രധാന കാരണം റെയിൽവേ ആണ്. കാരണം ഈ റെയിൽവേൻ്റെ ട്രാക്കിൻ്റെ 2 ഭാഗത്തുനിന്ന് ചുറ്റും ഭാഗങ്ങളിലായിട്ട് ഈ മരങ്ങൾ ചാഞ്ഞു നിൽക്കാം. ഇത് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി റെയിൽവേനെ സമീപിച്ചതാണ്. പക്ഷേ ഇന്നേ വരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം പറയാനും. ഇവിടുത്തെ പ്രദേശവാസികൾ എന്തെങ്കിലും ഈ മരത്തിൻ്റെ മുകളിൽ ചുല്ല വെട്ടേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വലിയ കുറ്റാണ്, കേസാണ് റെയിൽവേ ചുമത്തുന്നത്. അത് വലിയൊരു പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം റെയിൽവേൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ ജനങ്ങൾ ഇവിടെ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് ഈ റെയിൽവേ ഗതാഗതം എന്ന് പറയുന്നത്. അതിന് ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും ഒരു സുരക്ഷാ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നില്ല. അത് വലിയ പ്രയാസകരത്തിലേക്കാണ് പോകുന്നത്. 2 ഭാഗങ്ങളിലായിട്ട് വേലി കെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുക റെയിൽവേ. ഒരു ആംബുലൻസോ ഒരു ഫയർഫോഴ്സോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ പറ്റിയ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് രാജ്യം കഴിച്ചിലായി എന്ന് വേണം പറയാൻ. കൗൺസിലർ കെ ഷമീനയുടെ വാക്കുകളാണ് കേട്ടത്. സി കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സി കെ, കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ കാറ്റും മഴയും ഒക്കെയാണ്. ഇപ്പോൾ കൗൺസിലർ പറയുന്നുണ്ട് ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. മരങ്ങൾ മുറിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഷമീന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമായിരുന്നു ഉണ്ടാകേണ്ടത്. അത് തലനാരിഴയ്ക്കാണ് അത് ഒഴിഞ്ഞു മാറിയത്. ഇപ്പോൾ ഗതാഗതം പഴയ സ്ഥിതിയിലേക്കായിട്ടുണ്ടോ? ഒരു ഭാഗത്തേക്ക്, അതായത് കോഴിക്കോടിനും ഷൊർണൂരിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് ഉള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂറിലധികമായി പുനഃസ്ഥാപിച്ചിട്ട് അതുവഴിയാണ് ഇപ്പോൾ തീവണ്ടികൾ തിരിച്ചുവിടുന്നത്, അല്ലെങ്കിൽ ആ ട്രാക്ക് വഴി കടത്തിവിടുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ ട്രാക്കിലുള്ള പണി അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ട് അരമണിക്കൂറിനകം ആ 2ാമത്തെ ട്രാക്കിലെ ഗതാഗതവും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മാനേജർ മറ്റും അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൗൺസിലർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 ഭാഗത്തും ഇടതൂർന്ന് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ ഈ കല്ലായി ഭാഗം മുതൽ അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇവിടെ ഈ മരങ്ങളുടെ വളർച്ച മാത്രമല്ല, 6:30 കൂടി ഈ മേഖലയിൽ ഈ മാത്തോട്ടം അതോടൊപ്പം തന്നെ ഈ അരീക്കാട് മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഇതിന് കാരണം ഈ മരങ്ങൾ മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ ആസ്വരോസ് ഷീറ്റ്, അതിന്റെ റൂഫ് ഇട്ടിരിക്കുന്ന, അതിന് മേൽക്കൂരി ഇട്ടിരിക്കുന്ന ആസ്വരോസ് ഷീറ്റും ഇതേപോലെ പറന്ന് ട്രാക്കിലേക്ക് വീണിട്ടുണ്ട്. ഈ പരിസരങ്ങൾക്ക് അപ്പുറത്തുള്ള 3-4 മരങ്ങളും ഇതുപോലെ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ശക്തമായ കാറ്റായിരുന്നു ഈ ഭാഗത്ത് 6:30 കൂടി അടിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 3 മരങ്ങൾ റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീണു. ആ വീഴുന്നതിനിടയിൽ അതിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന വൈദ്യുതി ലൈൻ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഗതാഗതം മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ അപകടം നടക്കുന്നതിന് ഏതാനും മീറ്റർ അകലെയായി ജാംനഗർ എക്സ്പ്രസ് ഈ ട്രാക്ക് വഴി കടന്നു പോകാനിരിക്കുകയായിരുന്നു. അത്ഭുതകരമായ രീതിയിലാണ് ആ തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് കൗൺസിലറും മറ്റ് ഈ നാട്ടുകാരും എല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ വളരെ ഊർജിതമായി പണിയെടുത്തു. അതിനുശേഷം ഈ മരങ്ങളും മറ്റും മുറിച്ചു മാറ്റി ആസ്വരോസ് ഷീറ്റ് അല്പസമയത്തിനകം തന്നെ നീക്കുകയും ചെയ്തു. ഇനി ഏതാണ്ട് അരമണിക്കൂറിനകം 2ാമത്തെ ട്രാക്കിലെ ഗതാഗതവും പുനഃസ്ഥാപിക്കും. അതോടുകൂടി ഈ റെയിൽവേ ട്രാക്കിൽ വീണ മരങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സ്വാഭാവികമായും പരിഹരിക്കപ്പെടും. ശരി സി കെ, അരീക്കോടുണ്ടായ മിന്നൽ ചുഴലിയിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. നേരത്തെ കൗൺസിലർ സൂചിപ്പിച്ച പോലെ റെയിൽവേയുടെ ഭാഗത്തുള്ള പിഴവ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മിന്നൽ ചുഴലി ഉണ്ടായതാണ് ഇത്തരത്തിൽ മരങ്ങൾ ട്രാക്കിലേക്ക് വീഴാൻ കാരണമായത്. വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു മാറിയത്. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.